എല്ലാവർക്കും നമസ്കാരം. കാലാവസ്ഥ മാറുമ്പോൾ ചിലർക്ക് ഉടനെ ചുമ തുടങ്ങും. ചിലർക്ക് തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടയിലെ ചൊറിച്ചിൽ. ചിലർക്ക് രാത്രി കിടന്നാൽ നെഞ്ചിൽ കഫം കെട്ടി ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്. ഇത്തരം ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളിൽ ആയുർവേദത്തിൽ വളരെ പ്രാധാന്യത്തോടെ പറയുന്ന ഒരു പരമ്പരാഗത ഔഷധമാണ് സോമലത ചൂർണം. ഇത് സോമലതാദി ചൂർണം എന്നും പറയാറുണ്ട്. സോമലത ചൂർണം എന്താണ്, ഇത് ഏതൊക്കെ രോഗങ്ങൾക്ക് ഉപയോഗിക്കാം, ഇത് എങ്ങനെ കഴിക്കണം എന്നൊക്കെ നോക്കാം. ഇത് പ്രധാനമായും ശരീരത്തിലെ കഫവാത ദോഷങ്ങളെ ശമിപ്പിക്കാൻ സഹായിക്കും. ശ്വാസകോശത്തിലെ വായുക്കുഴലുകളിൽ വീക്കമുണ്ടാവുകയും കഫം നിറയുകയും ചെയ്യുമ്പോഴാണ് ശ്വാസമുട്ടൽ, നെഞ്ചു ഞെരുക്കം, വലിഞ്ഞ് ശ്വാസമെടുക്കൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഈ ചൂർണത്തിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകൾ ശ്വാസനാളി പേശികൾക്ക് അയവ് വരുത്താനും വായു സഞ്ചാരം സുഗമമാക്കാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത ചുമ, ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ അവസ്ഥകളിൽ നിർദ്ദേശപ്രകാരം ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി സോമലത ചൂർണത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ നോക്കാം. വിട്ടുമാറാത്ത ശ്വാസമുട്ടൽ, നെഞ്ചു ഞെരുക്കം എന്നിവ ഉള്ളവർക്ക് ഇത് ആശ്വാസം നൽകും. പുക, പൊടി, തണുത്ത കാലാവസ്ഥ മാറ്റം എന്നിവ മൂലമുണ്ടാകുന്ന അലർജി മൂലമുള്ള ജലദോഷം, വിട്ടുമാറാത്ത ചുമ, തുമ്മൽ എന്നിവയിൽ ഇത് ആശ്വാസകരമാണ്. നെഞ്ചിൽ കഠിനമായി കട്ടപിടിച്ചിരിക്കുന്ന കഫം മൃദുവായി ഇളക്കി ചുമയിലൂടെ പുറന്തള്ളാൻ ഇത് സഹായിക്കും. വിട്ടുമാറാത്ത തൊണ്ടവേദന, അണ്ണാക്കിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ശബ്ദം അടയുക തുടങ്ങിയ പ്രശ്നങ്ങളിൽ ഇത് ആശ്വാസം നൽകും. ഇത് അതീവ വീര്യമുള്ള ഒരു ഔഷധമായതിനാൽ കൃത്യമായ അളവിലും ശരിയായ സമയത്തും മാത്രമേ ഇത് കഴിക്കാവൂ. സാധാരണയായി 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചൂർണം ആവശ്യത്തിന് ശുദ്ധമായ തേനിൽ ചാലിച്ച് കഴിക്കാറുണ്ട്. ദിവസവും 2 നേരം ആഹാരത്തിന് ശേഷം നാവിലിട്ട് മൃദുവായി നുണഞ്ഞു കഴിക്കുന്നതാണ് സാധാരണ രീതി. തേൻ ചേർക്കുന്നത് ഇതിന്റെ ഔഷധ ഗുണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. തേൻ കിട്ടാത്ത സാഹചര്യത്തിൽ ഇത് ചെറുചൂട് വെള്ളത്തിൽ കലക്കിയും കഴിക്കാം. ഇതും സാധാരണയായി ആഹാരത്തിന് ശേഷമാണ് കഴിക്കുന്നത്. ഈ ചൂർണത്തിലെ ചേരുവകൾ അതീവ വീര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വന്തമായി വാങ്ങി ദീർഘനാൾ കഴിക്കരുത്. സോമലത അടങ്ങിയ ഔഷധങ്ങൾ ചിലരിൽ ഹൃദയമിടിപ്പ് കൂട്ടാനോ രക്തസമ്മർദ്ദം ഉയർത്താനോ കാരണമായേക്കാം. അതുകൊണ്ട് ഹൃദ്രോഗമുള്ളവരും ഉയർന്ന BP ഉള്ളവരും നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക.